എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് മണിക്കൂർ ദുആ ചെയ്യണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല, മറ്റുള്ളവര് കേൾക്കണമെന്നില്ല. പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയ വാക്ക് മതി. ഒരസ്തഗ്ഫിറുല്ലാഹ് മതികടാ ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലും നിന്റെ പാപം പൊറുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വരികയാ. മൂസ നബിയേ, വെള്ളമില്ല നബിയേ, വെള്ളത്തിന് ക്ഷാമമാണ് നബിയേ, മൃഗങ്ങൾക്കും ജനങ്ങൾക്കും കുടിക്കാൻ വെള്ളമില്ലാതെ വല്ലാത്ത പ്രയാസത്തിലാ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, മഴ കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ ജനങ്ങളും ഒന്ന് പരാതി പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഒരു ദിവസം ജനങ്ങളോട് ഒരുമിച്ച് കൂടാറ്, മഴ കിട്ടുന്നതിന് വേണ്ടി പടച്ചറപ്പിനോട് ദുആ ചെയ്യാറ്. അവിടെ ഒരു ദിവസം ജനങ്ങളോട് മുഴുവനും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ ഇടയിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. അല്ലാ, മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. മൂസാ നബി പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാണ്. മഴയുടെ അടയാളവുമില്ല, മഴ വരുന്നതിന്റെ അടയാളമില്ല. പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടെന്ന് പറയുന്നു, നബിയേ ദുആ സ്വീകരിക്കില്ല നബിയേ, മഴ തരില്ല നബിയേ. കാരണം എന്തേ ജിബ്രീല്, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അവൻ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനാ. അവൻ എഴുന്നേറ്റ് പോകാ പറ നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന് അവിടെ അത്ഭുതമാവുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, റബ്ബേ, മൂസാ നബി തന്നെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്, 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്. മൂസാ നബി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആരാ? 40 കൊല്ലമായി പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ. എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യുകയില്ല. പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കഴിയുമ്പോ ജനങ്ങൾ മുഴുവനും നോക്കുകയാ. ആരാ അല്ലാ, ആരാ അല്ലാ. 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ധിക്കാരിയായ മനുഷ്യരാരാ? എല്ലാവരും 4 ഭാഗത്തേക്കും നോക്കുമ്പോ അതേ സദസ്സിലാ മനുഷ്യനിരിപ്പുണ്ട്, അതേ സദസ്സിലാ മനുഷ്യനിരിപ്പുണ്ട്. ആ മനുഷ്യൻ ചിന്തിച്ചു, റബ്ബേ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ ജനങ്ങൾ എന്നെ അറിയുമല്ലോ, ജനങ്ങൾ എന്നെ കാണുമല്ലോ, ഞാൻ നാണം കെട്ടു പോകുമല്ലോ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിലും മഴയും പെയ്യുകയില്ലല്ലോ, എന്തു ചെയ്യുമല്ലാ? ആ മനുഷ്യനവിടെ നിന്ന് കുറ്റബോധം തോന്നുകയാ. ഞാൻ പാപിയാണല്ലോ, ഞാൻ ഇത്രയും വലിയ തെറ്റുകാരനാണല്ലോ. പടച്ചവനെ, ആ മനുഷ്യന്റെ മനസ്സിലേക്ക് വല്ലാത്ത പ്രയാസം കടന്നു വരികയാണ്. അവസാനം എന്ത് ചെയ്തെന്നറിയുവോ? തന്റെ കാലിലേക്ക് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാണ്, കരയുകയാ. അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ഇത്രയും വർഷക്കാലം ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. അല്ലാഹുവിനോട് പൊട്ടിക്കരന്നുകൊണ്ട് ആ മനുഷ്യനവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാ, എന്റെ ദുആ സ്വീകരിച്ച മഴ തരണേ അല്ലാ,
മഴ തരണേ അല്ലോ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് വിടന്ന് ദുആ ചെയ്യുകയാണ്. ആകാശത്ത് കാർമേഘം വരങ്ങാൻ തുടങ്ങി, ആകാശത്ത് കാർമേഘം വരാൻ തുടങ്ങി. പടച്ച റബ്ബേ, ജനങ്ങൾ എഴുന്നേറ്റ് ഓടുകയാ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് ഓടുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഒരാളും എഴുന്നേറ്റ് പോയില്ല, ഒരാളും എഴുന്നേറ്റ് പോയില്ല. പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? അല്ലാഹുവേ, ജിബ്രീൽ പറയുന്നു, നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തില് അല്ലാഹു മഴ തന്നതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് വേണം. പറയുന്നത് ഒരു ചെറിയ വാക്കാണെങ്കിലും, ഒരു വാക്കാണ് നിങ്ങൾ പറയുന്നതെങ്കിലും അല്ലാഹുവിനോട് ഇഖ്ലാസോടുകൂടി പറ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാ പോകുകയാ. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുടെ ചാരത്തിലിരുന്നിട്ട് ദുനിയാവിലെ സ്വർഗത്തിലിരുന്ന് കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയാ പോകുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് ചെയ്തിട്ട് പോകുന്ന ഹാജിയെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. സർവ പാപങ്ങളും പുറത്തവരായ രീതിയിൽ വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? വെറുതെ ദുആ ചെയ്താ പോരാ, വെറുതെ ചെയ്താ പോരാ. അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയത് നീ എടുത്തു പറയണം. അല്ലാഹുവിനോട് പറയണം, പാപങ്ങൾ ഓരോ നിന്നി നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊടിയാതെവിടെയും നീ കരയണേ. കള്ളു കുടിച്ചെങ്കിലും പറയണം, പടച്ചവനെ, കള്ളു കുടിച്ചു റബ്ബേ, വ്യഭിചരിച്ചു റബ്ബേ, പലിശ തിന്നു റബ്ബേ, ഭർത്താവിനെ വഞ്ചിച്ചു റബ്ബേ, ഭാര്യയെ വഞ്ചിച്ചു റബ്ബേ, മാതാപിതാക്കളെ പറ്റിച്ചു റബ്ബേ. ചെയ്തു പോയത് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്നും വിടാതെ എണ്ണി എന്നെ റബ്ബിനോട് പറഞ്ഞോ, തൗബ ചെയ്തിട്ട് പിരിയാ. ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് റബ്ബിനോട് തൗബ ചെയ്തിട്ട് പിരിഞ്ഞാൽ ഇതുകൂടെ പറഞ്ഞിട്ട് പിരിയാ. ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് നീ പിരിഞ്ഞാ, നാളെ നിന്നെ ഈ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ഈ കബറിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോ കബറാളികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാ.